മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായ ഇടുക്കി മൂന്നാർ ദേവികുളം റോഡിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ജിയോളജിക്കൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിന്മേൽ ദേശീയപാത ഗതാഗതത്തിന് തുറന്നു നൽകും. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 3 ദിവസമായാണ് ഈ മണ്ണിടിഞ്ഞ റോഡിലേക്ക് എത്തിയത്. ഇന്നലെ അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഇന്ന് കൃത്യമായി തന്നെ ഭാഗികമായി ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ഒരു മണിക്ക് ശേഷം ജിയോളജിക്കൽ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തും. തുടർന്ന് മണ്ണ് പരിശോധനയും അതോടൊപ്പം തന്നെ ഈ ഇടിഞ്ഞെത്തിയ ഭാഗത്തിന് മുകളിൽ വലിയ ഒരു വിള്ളൽ രൂപം കൊണ്ടിട്ടുണ്ട്. ഈ ഭാഗമെല്ലാം പരിശോധിക്കും. ഇനിയും ഇടിയാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കൃത്യമായുള്ള ഒരു പരിശോധനയെല്ലാം ജിയോളജിക്കൽ വകുപ്പ് നടത്തിയ ശേഷമായിരിക്കും കൃത്യമായ ഒരു റിപ്പോർട്ട് സബ് കളക്ടറിന് നൽകുക. ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടാവോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകുക. അതിനുശേഷമായിരിക്കും ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ മണ്ണെടുത്ത ഭാഗത്തെല്ലാം തന്നെ വീണ്ടും മണ്ണിടിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കേരള വിഷൻ ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു കൃത്യമായൊരു വിവരമുണ്ട്. അതായത് ഇടിഞ്ഞെത്തിയ മണ്ണിന് മുകളിൽ തന്നെ വലിയൊരു വിള്ളൽ രൂപം കൊണ്ടിട്ടുണ്ട്. ഈ വിള്ളലും ഇനി മഴ ഉണ്ടായാൽ തന്നെ ഈ വിള്ളലിൽ വെള്ളം കെട്ടി ഇതും മണ്ണിടിഞ്ഞ് നേരെ റോഡിലേക്ക് പതിക്കാനുള്ള സാധ്യതയേറെയാണ്. ആ ഒരു അപകട സാധ്യതയെല്ലാം കണക്കിലെടുത്തായിരിക്കും ഇന്ന് ജിയോളജിക്കൽ വകുപ്പ് കൃത്യമായ ഒരു പരിശോധന നടത്തിയ ശേഷം ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കുക. ഏതായാലും വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഒരു ഭാഗികമായുള്ള ഒരു വഴി ദേശീയപാത അധികൃതർ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ശരി. വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ ഇടുക്കി മൂന്നാർ ദേവികുളം റോഡിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ജിയോളജിക്കൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിന്മേലാണ് ദേശീയപാത ഗതാഗതത്തിനായി തുറന്നു നൽകുന്നത്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.